നിങ്ങൾക്ക് വാറണ്ടി നഷ്ടമാകുന്ന ഒരു കേസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി നഷ്ടപ്പെടുന്ന എന്ത് കാര്യത്തിനാണ് ഞാൻ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബേസ് വേരിയൻ്റ്. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് അതിലോട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റിലെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ പോരെ, അതല്ലേ കുറച്ചുകൂടെ ലാഭകരം? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അത് മാത്രം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ആക്കിയെടുക്കാൻ സാധിക്കും എന്ന് പലരും എന്നോട് പറയാറുണ്ട്. കാരണം ടോപ്പ് എൻഡ് വേരിയൻസിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രൈസ് കൊടുത്ത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത്രയും പ്രൈസ് കൊടുക്കാതെ നമുക്കൊരു ബേസ് വേരിയൻ്റ് എടുത്താൽ പോരെ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടോ? അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അതായത് ഫസ്റ്റ് കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ബേസ് വേരിയൻ്റ് വാഹനം എടുക്കുകയാണ്. ഈ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അത് വളരെ റേറ്റ് കുറവായിരിക്കും. അതായത് ആ വാഹനത്തിന് കമ്പാരിറ്റീവ്ലി വളരെ റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്ന വാഹനങ്ങൾ. അതുകൊണ്ട് റേറ്റ് കുറയുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ആഡ് ഓൺസ് അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഉണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറയുകയാണ്. ഇങ്ങനെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ശരിക്കും നമുക്ക് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വാഹനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? 100% വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു സ്റ്റീരിയോ ഇല്ലാത്ത വാഹനം മേടിക്കുന്നു. ആ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ അതിലൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നു. ജെനുവിനായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയും, അതായത് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് ആ ഒരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതും അഡീഷണൽ ആയിട്ട് നിങ്ങൾ രണ്ടാമതൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ഡിഫറൻസ് ഞാൻ സമ്മതിച്ചു തരാം. കാരണം കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ക്വാളിറ്റി നമ്മൾ എക്സ്റ്റേണലായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൈസ മുടക്കി സ്പീക്കേഴ്സും ആംബ് സബ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സൗണ്ട് ഔട്ട്പുട്ട് വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്ര പേര് വാഹനത്തിൻ്റെ ഡോർ പാഡ് അഴിച്ച് കണ്ടിട്ടുണ്ട്? നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. വേറൊന്നും കൊണ്ടല്ല, ഡോർ പാഡ് അഴിക്കുമ്പോൾ അതിൻ്റെ പാക്കിങ്, ആ ഡോർ പാഡ് പാക്ക് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് വൃത്തിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പീക്കേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വയറിങ് കൊണ്ടുപോയിരിക്കുന്ന രീതികൾ, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്പീക്കറിൻ്റെ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് പവർ വിൻഡോസ്. അതായത് വാഹനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കും എന്നാൽ ഈ പവർ വിൻഡോ അല്ലല്ലോ, ഇപ്പം മാനുവൽ വിൻഡോസ് ആണല്ലോ, നമുക്കത് പവർ വിൻഡോ ആക്കാം. അഡീഷണൽ മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാറണ്ടി എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ആ റെഗുലേറ്ററിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ നമ്മൾ ഈ രണ്ടാമത് ഫിറ്റ് ചെയ്ത സ്ഥലത്ത് കൊണ്ട് കാണിക്കേണ്ടി വരുന്നുണ്ട്. അത് അഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ലൂസ് ആവുകയോ സൗണ്ട് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് ജെനുവിനായിട്ട് ഇൻബിൽറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കാണില്ല. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ, ഉടനെ അല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാനുഫാക്ചർ അവരൊരു വാഹനം ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ടോപ്പ് വേരിയൻ്റ് ആയിരിക്കും അവരുടെ മെയിൻ. അതായത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ബേസിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാതെ അവിടെ ജസ്റ്റ് പോർട്ടോ പ്രൊവിഷനോ മാത്രം കൊടുത്തായിരിക്കും വരുന്നത്. ഇപ്പം നമുക്കറിയാം സ്റ്റീരിയോ ഇല്ലാത്ത വാഹനത്തിലൊരു ഡെമ്മി ആയിരിക്കും അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഡെമ്മി മാത്രമേ ഇരിക്കത്തില്ല. എന്നാൽ അതേ സ്ഥാനത്ത് അവിടെ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിക്കുള്ള പാക്കിങ്, അതിൻ്റെ വയർ കൊണ്ടുപോകുന്ന രീതി, ഇതെല്ലാം വളരെ കൃത്യമായിട്ടായിരിക്കും ആ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രൈസിൻ്റെ വ്യത്യാസം കാരണമായിരിക്കും നമ്മൾ ബേസ് വേരിയൻ്റ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ പാർട്സുകൾ, അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുടെ പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കൂടുതൽ, അതായത് ഒരു ടോപ്പ് വേരിയന്റിനെ കഴിഞ്ഞ് ഒരുപാട് കൂടുതൽ നമുക്ക് ആകുന്നുണ്ട്. എന്നാൽ ജെന്യുവൻ ഫിറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ നിങ്ങൾക്ക് വാറണ്ടി നഷ്ടമാകുന്ന ഒരു കേസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി നഷ്ടപ്പെടുന്ന എന്ത് കാര്യത്തിനാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഫോൾഡിങ് മിറർ അവൈലബിൾ ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു മിററിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ORVMs ആണ് വരുന്നതെന്ന് സങ്കല്പിക്കുക. ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു ഹോൾ ഇട്ടതിന് ശേഷമാണ് അതിൽ ക്യാമറ അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് അതൊരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രണ്ട് റൈറ്റ് സൈഡ്, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്, ഫ്രണ്ട് ബമ്പറും ബാക്കിലത്തെ ബമ്പറിനും ക്യാമറ ഫിറ്റ് ചെയ്താണല്ലോ 360 ഡിഗ്രി ക്യാമറ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു മിററിന് കംപ്ലൈൻറ്റ് വന്നു. മിററിൻ്റെ വില ഏകദേശം ഒരു 4500-5000 രൂപ വില വരുന്നുണ്ട്. പക്ഷേ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹോൾ ഇട്ടതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ മിററിന് വാറണ്ടി പാസ്സാകുന്നതായിരിക്കത്തില്ല. ഇൻ കേസ് നിങ്ങളുടെ ബമ്പറിന് ഒരു പൊട്ടലുണ്ടായി, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഒരു പൊട്ടലുണ്ടായി,
കൊണ്ടു കൊടുത്താൽ വാറണ്ടി കിട്ടില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അഡീഷണലായിട്ട് അതിലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അഡീഷണലായിട്ട് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് അവിടെ ഒരു വാറണ്ടി കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ വാറണ്ടി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് ലാഭം? ഇതും കൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളൊരു വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു 85-90% ആൾക്കാർ ലോൺ ആയിരിക്കും, ബാക്കി ഒരു 10% റെഡി ക്യാഷിന് എടുക്കുന്ന ആൾക്കാർ കാണും. ഇപ്പോൾ എന്നെ പോലൊരു സാധാരണ വ്യക്തിയൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ മാക്സിമം ലോണാണ് നോക്കുന്നത്. അപ്പോൾ ലോണിലെടുക്കുന്ന സമയത്ത് പോലും നമുക്ക് കുറച്ചുകൂടെയും ഒരു എമൗണ്ട് കൂട്ടി അടച്ചാൽ, അല്ലെങ്കിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ഈ വാഹനം ഇറക്കിയതിന് ശേഷം ഓരോ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചില ഫിറ്റ്മെൻറ്റ്സ് നമുക്ക് പിന്നീട് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ഫിറ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, വാഹനം എടുക്കുന്ന സമയത്ത് എപ്പോഴും ടോപ്പ് വേരിയൻറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ കമ്പനി ആ രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എല്ലാ ഫിറ്റ്മെൻറ്റും അതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് വരുന്നതാണ് നമുക്ക് ബേസ് വേരിയൻറ്റിലോട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടോപ്പ് വേരിയൻറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക.